ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ടൊരു ബുൾ മാർക്കറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും ചാനലിൽ നല്ല രീതിയിലൊരു ഫോളോവർ ബേസ് അറൗണ്ട് 7,000-8,000 ഫോളോവേഴ്സ് ഉണ്ടാവാൻ കാരണം ആ ഒരു ബുൾ മാർക്കറ്റിനകത്ത് കണ്ടിട്ട് നമ്മുടെ കണ്ടൻസ് എല്ലാം ഇഷ്ടപ്പെട്ട് വരുന്നവരാണ്. അതല്ലാണ്ട് കുറച്ച് പേര് വന്നിട്ടുണ്ട്, അതെല്ലാം നല്ല. എന്നാലും ആ സമയത്ത് ഭയങ്കര ബുള്ളായി നിൽക്കുന്ന മാർക്കറ്റ്, ഭയങ്കര ബുള്ളിഷായി നിൽക്കുന്ന സമയത്ത് നമ്മൾ കുറേ കോയിൻസിനെ കുറിച്ചും അതിൻ്റെ പൊട്ടൻഷ്യലിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. സ്പെഷ്യലി പറയുകയാണെങ്കിൽ ഫണ്ടമെൻറ്റൽസ് എന്താണ്, ഒരു ടോക്കൺ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ പല രീതിയിലും കോൺവെർസേഷൻ നടന്നിരുന്നു. അങ്ങനെ പല ടോക്കണെ കുറിച്ചും പറഞ്ഞിട്ട് നമ്മൾ അതെല്ലാം ഒറ്റ പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ വെബ്സൈറ്റിനകത്ത്, നമ്മുടെ ചാനലിനകത്ത് ഇപ്പോഴും കിടപ്പുണ്ട്. കോയിൻസ് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞ പ്ലേസ് ഇട്ട് നോക്കുകയാണെങ്കിൽ പല കോയിൻസും അതിനകത്തുണ്ട്. അതിൽ ചില കോയിൻസ് നല്ല രീതിയിൽ ഡംപായി, ചിലത് ഇല്ലാതായി, ചിലതെന്ന് പറഞ്ഞാൽ കുറേ രീതിയിൽ റിട്ടേൺസ് വന്നു. പക്ഷേ അതിനുശേഷം നമ്മൾ എക്സ്പ്ലനേഷൻ ചെയ്തതിന് ശേഷം ഭയങ്കരമായ എല്ലാ കോയിൻസ് എല്ലാം നല്ല രീതിയിൽ ഡംപാവുമായിരുന്നു. BTC എല്ലാം നല്ല ബിയർ മാർക്കറ്റ് എന്നുള്ള ലെവലിലേക്ക് പോയതുകൊണ്ട് എല്ലാം ഡംപായിരുന്നു. എന്നാൽ ഇപ്പം പുതിയ മാർക്കറ്റ് വീണ്ടും മെല്ലെ മെല്ലെ ഗ്രീനിഷ് ആകുമ്പോൾ നമ്മൾ പോയിട്ട് ബിറ്റ് കോയിൻ ഹാവിങ്ങിന് ജസ്റ്റ് ഒരു 12 ദിവസം കൂടിയേ ഉള്ളൂ. സോ ആ സമയത്ത് നമ്മൾ പുതിയ കോയിൻ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നതിനേക്കാളും വേദം നമ്മൾ മുൻപ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കോയിൻ ഇപ്പോഴും പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് എനിക്ക് വിശ്വാസമുള്ള കുറച്ച് കോയിൻസിനെ കുറിച്ച് അതിൻ്റെ റീസെൻറ്റ് അപ്ഡേറ്റ്സ് ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇന്നത്തെ ഇതിൽ കാർഡാനോനെ പറ്റിയിട്ടാണ്. കാർഡാനോ ഞാൻ പേഴ്സണലി ഹോൾഡ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെയാണ് അത് ഫസ്റ്റ് പറയാമെന്ന് വിചാരിച്ചത്. കുറച്ച് വളരെ ചെറിയൊരു വീഡിയോ ആണ്, റീസെൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ആണ്. ഇറ്റ് സ്റ്റിൽ വർത്ത്, കാർഡാനോ ഹോൾഡ് ചെയ്യുന്നത് ഇപ്പോഴും നല്ലതാണോ, മുൻപ് വാങ്ങിയവരാണെങ്കിൽ ഇപ്പോഴും ഹോൾഡ് ചെയ്യണോ എന്നുള്ള കുറച്ച് സന്ദേശം ഉണ്ടാകും. സോ അതിന് വേണ്ടിയിട്ട് വേണം നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ്മെൻ്റ് അല്ല. നമ്മൾ കോയിൻ എക്സ്പ്ലെയിൻ്റെ സീരീസിൽ എല്ലാത്തിലും പറയാറുണ്ട്, ഒരിക്കലും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ്മെൻറ്റ് കൊടുക്കാറില്ല. സോ അതിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഈ വീഡിയോയിലുള്ളൂ. സോ എന്താണ് കാർഡാനോൻ്റെ പറയുകയാണെങ്കിൽ, കാർഡാനോ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ബുൾ മാർക്കറ്റിൻ്റെ സമയത്ത് എത്തീരിയം നമുക്കറിയാം പ്രൂഫ് ഓഫ് സ്റ്റേക്ക്, എത്തീരിയം ഇതൊന്നും നടന്നിട്ടില്ല, അപ്ഗ്രേഡ് ഒന്നും നടന്നിട്ടില്ല. സോ കാർഡാനോ ആണ് പ്രൂഫ് ഓഫ് സ്റ്റേക്ക് എന്ന് പറഞ്ഞ വർക്കിംഗ് മെക്കാനിസം എല്ലാം വന്നു. അപ്പോൾ അടുത്ത നെക്സ്റ്റ് ബിറ്റ് കോയിൻ അല്ലെങ്കിൽ നെക്സ്റ്റ് എത്തീരിയം എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് ഇത് കിട്ടിയ ടോക്കനാണ്. ഒരുപാട് ഡെവലപ്മെൻറ്റൊക്കെ നടന്ന ടോക്കനാണ്. ബട്ട് അത് എവിടെ എത്തിയിട്ടില്ല, ഇപ്പോഴും സ്റ്റിൽ 0.58 ആണ്. ഇപ്പോൾ ഞാൻ ട്രെയിൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കറൻറ്റ്ലി 0.59 എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു പമ്പ് വന്നപ്പം 0.80 0.8 വന്നു. $1 ടച്ച് ചെയ്തിട്ടില്ല, പക്ഷേ 0.8 വന്നിരുന്നു. അപ്പോൾ കാർഡാനോ അറിയാം, അതിൻ്റെ ഫൗണ്ടേഴ്സൊക്കെ നമ്മൾ പറഞ്ഞത് 2017 ലോഞ്ച് ചെയ്ത സാധനമാണ് കാർഡാനോ എന്ന് പറയുന്നത്. പ്രൂഫ് ഓഫ് സ്റ്റേക്കിലാണ്. ചാൾസ് ഹോസ്കിൻസൺ അതിൻ്റെ ഫൗണ്ടർ ഉണ്ടായിരുന്നത്. സോ ഇതൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മുൻപും പറഞ്ഞിട്ട് അവരുടെ തന്നെ ഒരു എന്താ പറയുക ഡെവലപ്മെൻറ്റിൻ്റെ IOHK ഉണ്ട്. അങ്ങനെ ഓരോ സംഭവങ്ങൾ നമ്മൾ മുൻപും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി എന്താണ് കാർഡാനോ എന്ന് വളരെ ബേസിക്കായിട്ട് അറിയണമെങ്കിൽ നമ്മൾ പഴയ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം, നിങ്ങളത് ചെന്ന് കാണുക. അപ്പം അതിനകത്ത് മെയിനായിട്ട് ആ സമയത്ത് ഉണ്ടാവാതിരുന്ന കാര്യം എന്താ വെച്ചാൽ സ്മാർട്ട് കോൺട്രാക്ട്സ്. ഇപ്പോൾ നമുക്കറിയാം എത്തീരിയം ആണെങ്കിലും ഈവൻ ബിറ്റ് കോയിനകത്ത് വരെ സ്മാർട്ട് കോൺട്രാക്ട്സ് കൊണ്ടുവരും. കാരണം ഒരുപാട് ഡാപ്സും ഒരുപാട് എന്താ പറയുക ഡീസെൻട്രലൈസ് ഫൈനാൻസ്, ഡാപ്സ്, ഗെയിമിങ്, ഒരുപാട് ഫാക്ടേഴ്സ് അതിൻ്റെ മേലെ കൊണ്ടുവരുമ്പോഴാണ് ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. ആ ഒരു ടോക്കൺ, മെയിൻ ടോക്കണ് പൊട്ടൻഷ്യൽ ഉണ്ടാവും. അപ്പോൾ എത്തീരിയം എന്തുകൊണ്ട് ഇത്ര പമ്പായെന്ന് വെച്ചാൽ ഒരുപാട് ഡാപ്സും ലെൻഡിങ്ങും കുറേ പ്രോട്ടോകോൾസ് എല്ലാം എത്തീരിയത്തിന് ബ്ലോക്ക് ചെയിൻ, ആ ബ്ലോക്ക് ചെയിന് മേലെ കുറേ വന്ന് വർക്ക് ചെയ്യുമ്പോൾ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് ആ ഒരു ബ്ലോക്ക് ചെയിൻ. ഇപ്പോൾ നമ്മളൊരു സിറ്റിയിൽ ഒരുപാട് കടകൾ വന്നാലാണ് ആ സിറ്റി ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ബ്ലോക്ക് ചെയിൻ്റെ പുറത്ത് ഒരുപാട് പ്രൊജക്ട്സ് വരുമ്പോഴാണ് അത് ഡെവലപ്പ് ആവുക. സോ കാർഡാനോത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അലൻസോ അപ്ഗ്രേഡിന് ശേഷം കാർഡാനോത്ത് ഈ പറഞ്ഞ അപ്ഗ്രേഡ്സ് ഒക്കെ വന്നിരുന്നു. അതിനുശേഷം ഒരുപാട് ഡാപ്സും ഇതൊക്കെ വന്നിരുന്നു. ഹവർ അതൊക്കെ ഭയങ്കര ഒരു അപ്ഗ്രേഡ് വരുമ്പോഴേക്കും കാർഡാനോന് കിട്ടുന്ന ഹൈപ്പ്, ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മളെ മെയിനായിട്ട് കളിക്കുന്ന പറയുക ഏതെങ്കിലും ഒരു പ്ലെയർ നല്ല രീതിയിൽ കളിച്ചിട്ട് നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ കേരളത്തിൻ്റെ കളിയാണെങ്കിൽ ഇപ്പോൾ കേരളം ഒരു കളി കളിക്കുമ്പോൾ ഭയങ്കര ഹൈപ്പ് നമുക്ക് കിട്ടാറില്ലേ. സോ അതുപോലെ തന്നെയാണ് എന്തെങ്കിലും നല്ല രീതിയിലൊരു നമ്മളൊരു കപ്പൊക്കെ അടിച്ച് ആലോചിക്കും. ഇപ്പോൾ അർജൻറ്റീന വേൾഡ് കപ്പ് എടുത്ത് എല്ലാവരും ഭയങ്കര ഫാൻസാണ്. അർജൻറ്റീന കപ്പെടുക്കും പറയും, അർജൻറ്റീന കപ്പെടുക്കില്ല എന്ന് പറയുമ്പോൾ വൻ ട്രോളായിരിക്കും. അതിനുശേഷം കപ്പെടുത്തപ്പം ഭയങ്കരമായിട്ട് ആഘോഷിച്ചില്ല. അതുപോലെ തന്നെ കാർഡാനോ ഇന്ന് ക്ലിക്കാവെന്ന് പറയുന്നുണ്ട്. ഒരുപാട് അപ്ഗ്രേഡ് വരുമ്പോൾ അത്രയ്ക്ക് ആൾക്കാർ അതിൽ ഭയങ്കരമായിട്ട് ഓക്കെ സെറ്റ് ആവുന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷേ ആ അപ്ഗ്രേഡ് വരുമ്പോൾ അത് ഫെയിൽ ആവും. അങ്ങനെയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. എനിവേ അങ്ങനെ സ്മാർട്ട് കോൺട്രാക്ട് ഉണ്ടായിരുന്നില്ല. അലൻസ് അപ്ഗ്രേഡിനകത്ത് ശേഷം സ്മാർട്ട് കോൺട്രാക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഒരുപാട് പ്രൊജക്ട്സ് അതിൻ്റെ മേലിൽ വന്നു. സോ അതൊരു അപ്ഗ്രേഡ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഓക്കെ ഇതിപ്പം സ്കെയിലബിൾ അല്ല, അപ്ഗ്രേഡ്സ് സ്മാർട്ട് കോൺട്രാക്ട്സ് വരാൻ വേണ്ടിയുള്ള ഒരു അപ്ഗ്രേഡ് ആയിരുന്നു. സ്കെയിലബിൾ ആവണമെങ്കിൽ നമുക്ക് വാസിൽ ഹാർഡ് ഫോർക്ക് വരണം പറഞ്ഞു. സോ വാസിൽ ഹാർഡ് ഫോർക്ക് കഴിഞ്ഞിരുന്നു. വാസിൽ ഹാർഡ് ഫോർക്ക് മെയിൻലി ഈ ഒരു കാരണം സ്മാർട്ട് കോൺട്രാക്റ്റിൻ്റെ സ്കെയിലബിലിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. ഒരുപാട് ട്രാൻസാക്ഷൻസ് അതിനകത്ത് ഇൻക്രീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വന്നു ഒരുപാട് സ്മാർട്ട് കോൺട്രാക്ട്സ് അതിൻ്റെ മേലിൽ വന്നു. അപ്ഗ്രേഡ്സ് ടു പ്ലൂട്ടസ് സ്മാർട്ട് കോൺട്രാക്ട് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു. അതായത് ഒരു പ്ലൂട്ടസ് സ്മാർട്ട് കോൺട്രാക്ട് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ സംഭവം അതിനകത്ത് കൊടുന്നുകൊണ്ട് ഒരുപാട് എഫിഷ്യൻറ്റ് ആപ്സ്, കോംപ്ലക്സ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ആപ്സൊക്കെ അതിൻ്റെ ആപ്സൊക്കെ അതിൻ്റെ മേലെ വന്ന് പ്രവർത്തിക്കാനുള്ള ഒരു എഫിഷ്യൻസി ഉണ്ടാക്കി. സോ അത് ഭയങ്കരമായിട്ടൊരു അപ്ഗ്രേഡാണ്. ഇൻട്രോപ്പറബിലിറ്റി നമ്മൾ പോൾക്കഡോട്ടിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇൻട്രോപ്പറബിൾ ആണ്. കാരണം മൾട്ടിപ്പിൾ ചെയിൻസുമായിട്ട് വരുന്ന
കണക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം. അപ്പോൾ ഇൻട്രോപ്പറബിലിറ്റി ഭയങ്കര രീതിയിൽ ഇൻക്രീസ് ആയി എന്ന് പറഞ്ഞു. കോസ്റ്റ് റിഡക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ട്രാൻസാക്ഷൻ ഫീസ്, എത്തീരിയത്തിന് ഗ്യാസ് ഫീസ് ഉണ്ട്, മറ്റേതിന് അത്ര ഗ്യാസ് ഫീസ് ഇല്ലാണ്ട് ചെറിയ രീതിയിൽ ഒരുപാട് ഇൻട്രോപ്പറബിൾ ആയിട്ടുള്ള ടോക്കണുമായിട്ട് എത്ര ഹൈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡാപ്സ് വരെ അതിനകത്ത് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു. എൻഹാൻസ്ഡ് ഡെവലപ്പർ ടൂൾസ് ആണ്, അത് ഒരുപാട് ഡെവലപ്പർ ടൂൾസ്, അത് പറയുന്നത് എൻഹാൻസ്ഡ് ഡെവലപ്പർ ടൂൾസ് ആൻഡ് റിസോഴ്സസ് മേക്കിംഗ് ഇറ്റ് ഈസിയർ ടു ബിൽഡ് ആൻഡ് ഡിപ്ലോയ് ഓൺ കാർഡാനോ. കാരണം ഭയങ്കരമായിട്ട് എന്താ പറയുക ഡെവലപ്പേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂൾ ഈസി ആയിട്ട് നമുക്ക് കാർഡാനകത്ത് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ വാസൽ ഹാർഡ് ഫോക്കിനകത്ത് കൊണ്ടുവരുന്നിരുന്നു. എന്നിരുന്നാലും അത് അത്ര വലിയൊരു ഭയങ്കരമായിട്ട് പമ്പ് വന്നിരുന്നു. കാരണം ഭയങ്കരമായിട്ട് പമ്പ് എന്നുള്ളതിൽ ഭയങ്കരമായിട്ട് ന്യൂസ് വന്നിരുന്നു, കാർഡാനോ സെറ്റാണ് ഇനി പൊളിക്കും എന്നുള്ള രീതിയിൽ. ഒരുപാട് സ്മാർട്ട് കോൺട്രാക്ട്സ് അതിൻ്റെ പേരിൽ വന്നിരുന്നു, ഒരുപാട് ടോക്കൺസും അതിനകത്ത് വന്നിരുന്നു. പക്ഷേ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ബിയർ മാർക്കറ്റിനകത്ത് ഏറ്റവും കൂടുതൽ ഡെഡ് ആയിട്ടുള്ള പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാർഡാനോൻ്റെ മേലുള്ള ഒരുപാട് പ്രൊജക്റ്റ് ഡെഡ് ആയിട്ടുണ്ട്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ സ്റ്റിൽ അതിനകത്തുണ്ട്. അതിനുശേഷം വീണ്ടും അവർ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തെന്നെ പറഞ്ഞാലും നമ്മൾ ഈ ക്രിപ്റ്റോൻ്റെ ഇതിലൊക്കെ പറയും ബിൽഡ് ഡ്യൂറിങ് ദ ബിയർ മാർക്കറ്റ് ആൻഡ് എൻജോയ് ദ ബുൾ മാർക്കറ്റ് എന്ന് പറയും. അത് ബിൽഡ് ചെയ്യുക. ബിയർ മാർക്കറ്റ് ആകുമ്പോൾ നമ്മൾ കൂടുതൽ മാർക്കറ്റിങ്ങും ഇതൊന്നും ചെയ്യാണ്ട് എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റും അത്രത്തോളം ഓരോ സംഭവങ്ങൾ അതിലുണ്ടാക്കുക. അതിൻ്റെ ഹാപ്പിനെസ് നമുക്ക് ബുൾ മാർക്കറ്റ് ആകുമ്പോൾ കിട്ടുന്നതാണ് പറയുന്നത്. സോ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു ഒരുപാട് പ്രൊജക്റ്റ് ഡംപായതും ഡെഡായതും കാർഡാനോ എക്കോസിസ്റ്റത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ വർക്ക് നടന്നിട്ടും ഡെവലപ്മെൻറ്റ് നടന്നിട്ടും കാർഡാനോ എക്കോസിസ്റ്റത്തിലാണെന്ന് പറയാൻ കഴിഞ്ഞ ബിയർ മാർക്കറ്റിൽ. സോ അതുകൊണ്ട് തന്നെ പേഴ്സണലി ഞാൻ ഇപ്പോഴും അത് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. ഈവൻ ബിയർ മാർക്കറ്റിൽ ഞാൻ കുറച്ച് DCA ചെയ്തിട്ടും കൂടി ഹോൾഡ് ചെയ്തായിരുന്നു. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഇൻ DeFi ആൻഡ് ഡെഫി ആൻഡ് ആപ്സ് എന്ന് പറയും. കാരണം മെല്ലെ മെല്ലെ അവർ വർക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു ആഫ്റ്റർ റിസൾട്ടായിട്ട് ഒരുപാട് DeFi ഇപ്പോൾ അതിനകത്ത് വരുന്നുണ്ട്, ഒരുപാട് മീം ടോക്കൺസ് അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം സൊളാനയ്ക്കകത്ത് ഇഷ്ടം പോലെ മീം ടോക്കൺസ് വരുന്നുണ്ട്. സോ അതുപോലെ കാർഡാനോൻ്റെ പുറത്തും മീം ടോക്കൺസ് വരുന്നുണ്ട്, ഒരുപാട് ലെൻഡിങ് പ്രോട്ടോകോൾസ് വരുന്നുണ്ട്, ഡാവോ ഗവേണൻസ് മീൻസ് അവർ സ്റ്റേക്കിംഗ് ഒക്കെ ചെയ്ത് ഡാവോ ആ സംഭവങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കൊളാബറേഷൻസ് വരുന്നുണ്ട്, പാർട്ട്ണർഷിപ്സ് വരുന്നുണ്ട്. ഈ കമ്മ്യൂണിറ്റി ക്രിപ്റ്റോ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും വരുന്നത് വെച്ചാൽ പാർട്ട്ണർഷിപ്സ് ആൻഡ് കൊളാബറേഷൻസ് ആണ്. ക്രോസ് കമ്മ്യൂണിറ്റി ആയിട്ട് എത്രത്തോളം കൊളാബറേറ്റ് ചെയ്യുന്നത് റിയൽ ലൈഫ് വേൾഡ് എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റുന്ന അതിനനുസരിച്ചായിരിക്കും അതിന് പൊട്ടൻഷ്യൽ കിട്ടുന്നുണ്ടാവുക. സോ ന്യൂ പാർട്ട്ണർഷിപ്പ് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ കണ്ടിന്യൂഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് കാർഡാനോസ് ഇൻഫ്രാസ്ട്രക്ചർസ്, നോഡ് സോഫ്റ്റ്വെയർ, കാർഡാനോ വാലറ്റ്സ്. നമുക്കിപ്പം മെറ്റാമാസ്ക് മറ്റേതിനകത്തൊക്കെ ഈസി ആയിട്ട് മറ്റുള്ള ചെയിൻസ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. കാർഡാനോത്ത് അങ്ങനെ പറ്റില്ലായിരുന്നു. സോ അത് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വന്ന് വാലറ്റിനകത്ത് കാർഡാനോൻ്റെ വാലറ്റ്സ് ഒക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എല്ലാം ഓൾമോസ്റ്റ് നല്ല രീതിയിലാണ് മെല്ലെ പോകുന്നുണ്ടാവുക. സോ ഇതാണ് ഒരു ഓവറോൾ അപ്ഗ്രേഡ് വന്നേക്കുന്നത്. സോ പല ആൾക്കാരുടെ ഡൗട്ട് സ്റ്റിൽ ഇഫ് ഇറ്റ് ഈസ് വർത്ത് ഹോൾഡിങ്, അതിപ്പോഴും ഹോൾഡ് ചെയ്യണോ എന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ പറയാം യെസ് യു ക്യാൻ സ്റ്റിൽ ഹോൾഡ്. ബിക്കോസ് നമുക്കറിയാം ക്രിപ്റ്റോയിൽ എന്താ വെച്ചാൽ നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ ഓരോ ട്രെൻഡ് അനുസരിച്ചിട്ടാണ് ഭയങ്കരമായിട്ട് ആ എക്കോസിസ്റ്റം ആണെങ്കിൽ ഏതാണെങ്കിലും ബൂസ്റ്റ് ആവുക. ഇപ്പോൾ നിങ്ങളൊരു മീം ടോക്കൺ 1-2 മീം ടോക്കൺ ട്രെൻഡ് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഒരുപാട് മീം ടോക്കൺസ് വരികയും ഒരുപാട് മീം ടോക്കൺസ് നല്ല രീതിയിൽ റിട്ടേൺ തരികയും പറയാതെ മീം ടോക്കൺ ലോഞ്ച് ചെയ്യുന്നത് അതായിരിക്കും ട്രെൻഡ്. ആ മീം ടോക്കൺ എന്നുള്ളതായിരിക്കും ട്രെൻഡ്. ഇപ്പോൾ ഗെയിമിംഗ് ഏതെങ്കിലും 2 ക്ലിക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഗെയിമിംഗ് ആയിരിക്കും ട്രെൻഡ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എത്തീരിയം കഴിഞ്ഞ് സൊളാനയിൽ വരുന്ന ഒരുപാട് മീം കോയിൻസും അതിൻ്റെ മേലുള്ള പ്രൊജക്ട്സ് ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആണ്. സോ അത് കഴിഞ്ഞാൽ മേ ബി അടുത്തൊരു ചെയിൻ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ഇതിനകത്ത് കയറി സക്സസ് ആയി കഴിഞ്ഞാൽ എൻ്റയർ കാർഡാനോ എക്കോസിസ്റ്റത്തിൽ തന്നെ അത് ബൂസ്റ്റാണ്. സോ അതുകൊണ്ട് തന്നെ ആ ബൂസ്റ്റ് കൊണ്ട് എന്താ വെച്ചാൽ കാർഡാനോൻ്റെ പ്രൈസാണ് ഇൻക്രീസ് ആവാനുള്ള സാധ്യത. സോ തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോൾഡ് ചെയ്യുക. ഇപ്പോൾ സെല്ല് ചെയ്യേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ പറയുന്നത് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ്മെൻ്റ് അല്ല. ഇനി ഇപ്പം തിരിച്ച് വീണ്ടും വാങ്ങണമെന്ന് ചോദിക്കുകയാണെങ്കിൽ യെസ് യു ക്യാൻ സ്റ്റിൽ കൺസിഡർ. ബിക്കോസ് $1 ഇപ്പോഴും എത്തിയിട്ടില്ല. മേ ബി യു ക്യാൻ സ്റ്റിൽ കൺസിഡർ. ഒരു $50 വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ചെറിയ രീതിയിലൊരു $50 ഇൻവെസ്റ്റ് ചെയ്താൽ അറ്റ്ലീസ്റ്റ് ഒരു 60-70 ടോക്കൺസ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. സോ ഒരുപാട് അത്യാർത്ഥികളൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള റിസ്ക് അപ്പിറ്റേറ്റ്, നമ്മൾ ചെറിയ രീതിയിൽ റിസ്ക് എടുക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു യു. എത്ര ഞാൻ $50 ചിലപ്പം ചിലർക്ക് അതിൽ കൂടുതലായിരിക്കും, ചിലർക്ക് ഒന്നും ആവില്ല. സോ കംപ്ലീറ്റ്ലി അപ് ടു യു. ഇപ്പം നിങ്ങളുടെ ഒരു $200 ഉണ്ടെങ്കിൽ അതിൽ 25% യു ക്യാൻ 25% പറയാൻ പറ്റും. $200 നിങ്ങളിപ്പോൾ ക്രിപ്റ്റോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ $300 ക്രിപ്റ്റോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 300 തന്നെ വെച്ചോ. സോ അതിലൊരു $30, 1/3 ഓഫ് ദാറ്റ് മേ ബി യു ക്യാൻ സ്റ്റിൽ കൺസിഡർ ഓൺ ഇൻവെസ്റ്റിംഗ് ഇൻ കാർഡാനോ എന്ന് ഞാൻ പറയുള്ളൂ. സോ ഇതാണ് റീസെൻറ്റ് അപ്ഡേറ്റ്സ്. ഹോപ്പ്ഫുള്ളി ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്നറിയില്ല. കൂടുതൽ ഡാറ്റാസും ഇതൊന്നും ഞാൻ കാണിച്ചില്ല, ജസ്റ്റ് ഷോർട്ടായിട്ടുള്ള. ഞാൻ ഈ സിസ്റ്റം എന്തിനാണ് ഇപ്പോൾ എങ്ങനെ വെച്ചാൽ എനിക്ക് ഇതിനകത്ത് പോയിന്റ്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് എനിക്ക് കാണാതെ പറയുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും മറക്കും. അത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സിസ്റ്റത്തിൽ നോക്കി പറയുന്നത്. സോ ഇതൊക്കെയാണ് റീസെൻ്റ് ആയിട്ട് വന്ന അപ്ഡേറ്റ്. അപ്പം ഇത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറെ ഏതെങ്കിലും ടോക്കണെ കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് വേണമെന്ന് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്താൽ മതി. വേറെ നല്ലൊരു വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.